ജെലുസാറെ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. നമ്മുടെ സ്ഥാപനത്തിനൊന്ന് പരിചയപ്പെടുത്തോ? നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് റൂബി ഫ്രഷ് സ്നാക്സ് എന്നാണ്. ഇത് എറണാകുളം ജില്ലയിൽ കരുമാലൂർ പഞ്ചായത്ത് UC കോളേജിന് ബാക്കിലാണ് നമ്മുടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അത് സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷനിൽ വരുന്ന ഒരു ഹൗസ് നമ്പർ 15 ഇതിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഏരിയയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. സാറേ, എത്ര വർഷമായി നമ്മളിങ്ങനെ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്? ഇതിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2016 നമ്മളത്. അതിക്ക് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഒഫീഷ്യലായിട്ട് നമ്മൾ 2016 ഇത് നമ്മളത് പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ പുറത്തിറക്കിയത്. ഇപ്പോൾ ഏതാണ്ട് 12 വർഷത്തോളമായി കമ്പനി പ്രവർത്തിക്കുന്നു. ഇവിടെ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്? പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ചെറിയൊരു പരിപ്പുവടയിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പാക്കറ്റ് പരിപ്പുവട ചെറിയ ചെറിയ ഐറ്റംസ് ആയിട്ട് പാക്കറ്റിലാക്കിയിട്ട് നമ്മൾ ചെറുകിട കടകളിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്യണമായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഓരോ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ അതിനുശേഷം അവലോസുണ്ട ഞങ്ങൾ പ്ലാൻ ചെയ്തു. അത് ഞങ്ങൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതിനോടൊപ്പം തന്നെ ഗ്രൗണ്ട്നട്ട് ബോൾ, കപ്പലണ്ടി, കുത്തരിയൊക്കെ ഇടിച്ചുണ്ടാക്കുന്ന നമ്മൾ പഴയ രീതിയിലുള്ളൊരു ഫുഡാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പ്രൊഡക്റ്റാണ്. അതാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാഡം, നമ്മുടെ സ്റ്റാഫിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. ആദ്യത്തെ സ്റ്റാഫ് ഞാൻ തന്നെയാണ്. പിന്നെ പ്രൊഡക്ഷനൊക്കെ കൂടുതലായി തുടങ്ങിയ പിന്നെയാണ് ചുറ്റുവട്ടത്തുനിന്ന് സ്ത്രീകൾ ജോലിക്ക് എടുത്തു തുടങ്ങിയത്. ഇപ്പം നിലവിൽ 5 പേരുണ്ട്. ഒക്കെ ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫാക്ടറിയിൽ നോക്കുമ്പോഴേ, പ്രൊഡക്ഷൻ യൂണിറ്റിൽ നോക്കുമ്പോൾ എല്ലാവരും സ്ത്രീകൾ തന്നെയാണ്. എന്താ സ്ത്രീകളെ മാത്രം എടുക്കാനായിട്ടുള്ളൊരു കാരണം എന്തായിരുന്നു? സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഞങ്ങളും എല്ലാവരും കൂടി നിന്ന് ഒന്നിച്ച് പണിയണതാണ്. അപ്പോൾ പുറത്തുനിന്ന് ആണുങ്ങളെടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ് അതിനൊന്ന് പണിയാനായിട്ട്. അപ്പോൾ പിന്നെ എനിക്കും അതിലേക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ വേണം. എല്ലാവരും നല്ലൊരു ഫാമിലി ആയിട്ടാണ്. നമുക്ക് യാതൊരു ബുദ്ധിമുട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിലും നമുക്കൊരു ധൈര്യമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പോകാം. സാറേ, ഞാൻ ഈ റൂബി സ്നാക്സിനെ കുറിച്ച് കേട്ടതേ 3 കിലോ പരിപ്പിൽ നിന്നാണ് നിങ്ങൾ ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തതെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു വളർച്ച? അത് ശരിയാണ്. യഥാർത്ഥത്തിൽ അത് പറഞ്ഞത് ശരിയാണ്. ഞാൻ പല ബിസിനസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫുഡ് ഇൻഡസ്ട്രിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഞാൻ തയ്യാറായത്. ആ ഫുഡ് ഇൻഡസ്ട്രിയിൽ തുടക്കം തന്നെ ചെയ്യേണ്ടത് നമുക്കത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കൊടുക്കണമെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞാൻ പരിപ്പുവടയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം അങ്ങനെ ആ പരിപ്പുവട ഒരു 3 കിലോ ജസ്റ്റ് പരിപ്പ് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വൈഫിൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ് ചെയ്തത്, നമുക്കിതൊന്ന് പരിപ്പുവട ഉണ്ടാക്കി നോക്കണം. അപ്പം അങ്ങനെ ആദ്യത്തെ ചേരുവകളൊക്കെ ചേർത്തിട്ട് റെഡിയാക്കിയത് അത് കറക്റ്റ് ആയില്ല. നമ്മൾ പ്രതീക്ഷ രീതിയിലുള്ള ടേസ്റ്റിലേക്ക് വന്നില്ല. പിന്നെ അതിന് ശേഷമാണ് വീണ്ടും നമ്മളത് അത്രയും തന്നെയുള്ള പരിപ്പ് നമ്മൾ വീണ്ടും വാങ്ങിച്ച് നമ്മളത് പ്രിപ്പറേഷൻ ചെയ്ത് എടുത്തപ്പോൾ നല്ല ടേസ്റ്റായെന്ന് തോന്നി അയൽക്കത്തുള്ള എല്ലാവർക്കും നമ്മളത് കൊടുത്ത് പിന്നെ അത് പാക്കറ്റിലാക്കി ചെറിയ ചെറിയ പരിപ്പട, അതായത് ജസ്റ്റ് 10 പാക്കറ്റ് 10 എണ്ണമുള്ള ഒരു പാക്കറ്റിൻ്റെ പരിപ്പട ആക്കിയിട്ട് നമ്മൾ കോയിൻ പരിപ്പടകളായിരുന്നു. അങ്ങനെ പാക്കറ്റിലാക്കി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പരിസരങ്ങളിൽ ആലുവ UC കോളേജ്, ആലുവ പോലുള്ള എല്ലാ ഏരിയകളിലും കൊണ്ടുപോയി കൊടുത്ത് അത് നല്ല പെട്ടെന്ന് തന്നെ അത് ഫേമസായി പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് അത് എത്തി. അങ്ങനെയാണ് അത് നല്ല രീതിയിൽ, അതായത് 50 കിലോ പരിപ്പ് വരെ ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട രീതിയിലേക്ക് നമുക്ക് അത്തരം ബിസിനസ് നമുക്ക് അതിലൂടെ കിട്ടി. ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ സാറ് തന്നെയായിരുന്നോ അല്ലെങ്കിൽ സ്റ്റാഫ് ഉണ്ടായിരുന്നോ? അല്ല, പ്രൊഡക്ഷൻ ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയപ്പോൾ എൻ്റെ വൈഫായിട്ട് ഞാൻ സംസാരിച്ചത് നമുക്ക് ഫുഡുമായിട്ടൊരു മേഖലയിലേക്ക് നമുക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള രീതിയിൽ പരിപ്പട അങ്ങനെ പുള്ളിക്കാരത്തിയാണ് എൻ്റെ വൈഫ്, റൂബി എന്നാണ് പേര്. അവരാണ് ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും അതെല്ലാം തയ്യാറാക്കിയിട്ട് പുള്ളിക്കാരത്തിയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയത്. അതിൻ്റെ ചേരുവകളെല്ലാം റെഡിയാക്കിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ വൈഫിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു പേരിട്ടത് അല്ലേ? തീർച്ചയായിട്ടും അവരാണല്ലോ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇതിനെ നമ്മുടെ പ്രൊഡക്ഷൻ രീതിയിലാക്കി തന്നത്. അപ്പോൾ അതുകൊണ്ട് റൂബി എന്ന പേര് ഈ സ്ഥാപനത്തിൽ ഞാൻ കൊടുക്കുകയും ചെയ്തു. സാർ, ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ബിസിനസ് തുടങ്ങാനായിട്ട് വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് ഏറ്റവും തടസ്സമായിട്ട് നിൽക്കുന്നത് ഫണ്ടായിരിക്കും. ഈ സാറ് എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് ഫണ്ട് കണ്ടെത്തിയത്? അത് ഫണ്ട് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികം ഒരു വലിയൊരു വിഷയം തന്നെയാണ്. പക്ഷേ സാമ്പത്തികം മുടക്കിയത് കൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ
ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ നിന്നൊന്നും എടുക്കാതെ തന്നെ ആദ്യം അതിൻ്റെ മുകളിൽ തന്നെ ഞാൻ മിനിമം കണ്ടെത്തിയിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യണേ ചെയ്തത്. അങ്ങനെ ഗ്രാജുവലായിട്ടാണ് ഡെവലപ്പ് ചെയ്ത് നമുക്കെടുത്തത്. സാമ്പത്തികം ആദ്യം ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പരിപ്പിൻ്റെ കാര്യം പറഞ്ഞ് പിന്നെ കുറച്ച് ക്യാഷ് ഞാൻ പല രീതിയിൽ ഞാൻ കണ്ടെത്തി അങ്ങനെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. സാർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് നല്ല നല്ല സപ്പോർട്ടുകൾ ഉണ്ടായി. പ്രത്യേകിച്ച് ഈ MSME പ്രോഗ്രാംസിൽ ഏറ്റവും കൂടുതൽ ഇന്ന് തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ സർക്കാർ ഗവൺമെൻറ്റുകൾ കൂടുതൽ പ്രോത്സാഹനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യമാണ്. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ വേണ്ട എല്ലാ ലീഗലായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഞാനിത് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒന്നുമില്ലാതില്ല, എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്. പിന്നെ ഇതിനകത്ത് സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു MSME നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലോൺ അവസരങ്ങളൊക്കെ ബാങ്കുകളെല്ലാം നമുക്ക് തരും. ഞാൻ എടുത്തിട്ടുണ്ട്, ചെറിയൊരു ലോൺ എടുത്തിട്ടുണ്ട്. PMFME എന്ന് പറയുന്നൊരു ലോൺ എടുത്തിട്ടുണ്ട്. അത് പഞ്ചാബ് നാഷണൽ ബാങ്ക് മുഖേനയാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ തിരിച്ചെടുക്കുകയും പിന്നെ നമ്മൾ ഈ ഓടി എന്ന രീതിയിൽ ബാങ്ക് നമുക്ക് ആവശ്യമുള്ളതായ ധനസഹായങ്ങൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാർ തലത്തിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ പ്രസ്ഥാനങ്ങൾ വിജയിപ്പിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇന്നത്തെ സാഹചര്യത്തിലില്ല. നമുക്കത് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു കാര്യവും നമുക്കത് വിജയിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് നമുക്ക് തരുന്നുണ്ട്. സാർ, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽ വളരെ പ്രധാനമാണല്ലോ. റോ മെറ്റീരിയലാണല്ലോ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ അരിയുണ്ട്, ശർക്കരയുണ്ട്, പിന്നെ അതുപോലെ കപ്പലണ്ടി, പിന്നെ കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയും. നമ്മൾ ക്വാളിറ്റി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പ്രധാനമായിട്ട് ഞങ്ങൾ ഗ്രൗണ്ട് ബോളിനെ കുറിച്ച് പറയുമ്പോഴേ കപ്പലണ്ടി ഏറ്റവും നല്ല കപ്പലണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അതിനോടൊപ്പം തന്നെ നല്ല കുത്തരി വാങ്ങിക്കുന്നത്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വില കൂടിയ നല്ല കുത്തരി, കപ്പലണ്ടി, കുത്തരി, ഏലക്കായി, അതേപോലെയുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്ത് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത്. ഗ്രൗണ്ട് ബോളിന് പ്രത്യേകിച്ച് കപ്പലണ്ടിയും കുത്തരിയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അതിനോട് തന്നെ അവലോസുണ്ടക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പച്ചരി നമ്മൾ വാങ്ങിക്കുന്നത്. പിന്നെ അതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മറയൂർ ശർക്കരയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറയൂർ ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടങ്ങളിലൊന്നും ഒരു മറയൂർ ശർക്കര കിട്ടാനായിട്ട് ഞാൻ അന്വേഷണം നോക്കിയിട്ട് സാധ്യതകളില്ല. ഞങ്ങൾ മറയൂർ ഫാക്ടറിയിൽ പോയി നമ്മൾക്ക് യോജിച്ച രീതിയിൽ ഉള്ള നമ്മുടെ ഈ പ്രൊഡക്റ്റിന് പറ്റുന്ന രീതിയിൽ മൂപ്പ് റെഡിയാക്കിയാണ് ഈ ശർക്കര ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും മറയൂർ തന്നെ ശർക്കര ഞങ്ങൾക്ക് വരുന്നത്. അതിൻ്റെ തന്നെ ഒരു പ്രത്യേക ഒരു ക്വാളിറ്റി തന്നെ ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ കിട്ടാത്തൊരവസ്ഥ വരെയാണ് ഞങ്ങൾ പ്രൊഡക്ഷനുകൾ ഉണ്ടാക്കില്ല. കാരണം അതേ രീതിയിലാണ് നമ്മളത് വർക്കൗട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത്. ഞാനിടപ്പോൾ തന്നെ ഏറ്റവും നല്ല തേങ്ങ അങ്ങനെയുള്ള ഐറ്റംസാണ് ഞങ്ങളതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേറെ വിവിധങ്ങളായിട്ടുള്ള പല പ്രൊഡക്റ്റുകളുണ്ട്. കപ്പലണ്ടി റോസ്റ്റ്, കപ്പലണ്ടി മസാല, പിന്നെ പൊരി മിച്ചറ്, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ 8-9 വരുന്ന പ്രൊഡക്റ്റ് ഞങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്തെടുത്ത് ഞങ്ങൾ തന്നെ മാനുഫാക്ചറിങ്, ഞങ്ങൾ തന്നെ മാർക്കറ്റിങ്. അതായത് എറണാകുളം ജില്ലയിൽ മിക്കവാറുമുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട്. റൂബി ഫ്രഷ് സ്നാക്സ് എന്നാണ് അതിൻ്റെ പേര്. പ്രസിദ്ധമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകൾ, പ്രത്യേകിച്ച് റിലയൻസ്, ക്വാളിറ്റി ബേക്കറി, റോയൽ ബേക്കറി, അതേപോലെയുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമ്മുടെ പ്രൊഡക്റ്റുകൾ എത്തിക്കുന്നുണ്ട്. അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഞങ്ങൾ 100% പറയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധനം പോയില്ലെങ്കിൽ ഡേറ്റിന് മുമ്പ് ഏതെങ്കിലും രീതിയിൽ കംപ്ലയിൻറ്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മളത് തിരിച്ചെടുക്കുന്നു, നമ്മളത് കൃത്യമായിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. പിന്നെ അവിടെ തന്നെ നമ്മുടെ സെയിൽസ്മാൻമാർ കൃത്യമായിട്ട് തന്നെ വന്ന് നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം കടകളിൽ എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ സ്റ്റാഫുകൾ വളരെ ഒരു കുടുംബത്തെ പോലെ ചിലപ്പോൾ എൻ്റെ വീടാണ് ഈ കാണുന്നത്, വീടിനോട് മുമ്പിൽ തന്നെയാണ് ഈ കമ്പനി ഉള്ളത്. അപ്പോൾ സ്റ്റാഫുകളെല്ലാം തന്നെ ഞങ്ങൾ വേണ്ടപ്പെട്ട ആളുകളാണ്, അടുത്തുള്ള ആളുകളാണ്. അവരെല്ലാം കൃത്യസമയത്ത് വരികയും ഞങ്ങളില്ലെങ്കിൽ പോലും ഈ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പര്യാപ്തം അവരെ ഞങ്ങളാക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ട അത്യാവശ്യമുള്ള നല്ല സാലറി, ESI ബെനിഫിറ്റുകൾ, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അപ്പോൾ എല്ലാ സപ്പോർട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കും, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അവർക്കും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കമ്പനി ഇത്രയും മനോഹരമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഞങ്ങൾ ചെയ്യില്ല. എത്ര സാധനങ്ങൾക്ക് വില കൂടി കഴിഞ്ഞാലും ആ ക്വാളിറ്റി ഞങ്ങൾ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.